ഞങ്ങൾ ഈ കുട്ടികളായിരിക്കുമ്പോൾ കളിക്കും, കളി സീരിയസ് ആവും. അപ്പോൾ കളി കാര്യമായാടോ എന്ന് ചോദിക്കും. അപ്പോൾ വേറെ ചോദിക്കും കളിയിൽ കൊതി വിട്ടാടാന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടായാലും കൈവിട്ട് പോയെന്നാണ്. എൻ്റെ പൊന്ന് സന്ദീപ് വാര്യരെ, കളിയിൽ കൊതി വിട്ടാ? കളി കാര്യമായപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയാ? താങ്കൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് സീറ്റ് കൊടുത്തെന്നും കൃഷ്ണകുമാർ സ്റ്റേജിലിരിക്കുമ്പോൾ താങ്കളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് താങ്കൾക്ക് സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിലാണ് താങ്കൾ സംഘപരിവാർ ബന്ധവും BJP ബന്ധവുമൊക്കെ വിട്ടുപോയി കോൺഗ്രസിൽ ചേക്കേറിയത്. എന്നിട്ട് കോൺഗ്രസിൽ ചെന്നതിന് ശേഷം താങ്കൾ കോൺഗ്രസിൻ്റെ പാണക്കാട് ശിഹാബ് തങ്ങളെ പോയി കാണുന്നു. അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, നല്ല ഉദ്ദേശമാണ്. തവന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പറ്റുമോ അതങ്ങ് തിരൂർ, തവന്നൂർ എന്നൊക്കെ തവന്നൂർ, പൊന്നാനിയിൽ കുറച്ച് ഹിന്ദുക്കൾ എപ്പോഴും ജയിക്കുന്ന ശ്രീരാമകൃഷ്ണനും നന്ദകുമാറും ഒക്കെ ജയിച്ചിട്ടുള്ള ഹിന്ദുക്കളായാലും ജയിക്കുന്ന, കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതലും ജയിച്ചിട്ടുള്ളത്, എന്നാലും ഒരു ഹിന്ദുക്കളും അവിടെ നിന്ന് ജയിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു മത്സരം നടത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തവന്നൂർ ഒരു സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഒറ്റപ്പാലം, അങ്ങനെ തൃത്താല, തൃശ്ശൂർ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സാധ്യതയുണ്ട്. പാലക്കാട് ലിസ്റ്റ് വന്നപ്പോൾ താങ്കളില്ല. കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ രമേഷ് പിഷാരടിയാണ്. എന്നാൽ രമേഷ് പിഷാരടി അവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ ബഹളം തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പാലക്കാട് സീറ്റ് കളിച്ച് ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോകുമോ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് വോട്ടെണ്ണുന്നത് കൊണ്ട് നേമത്തെ തന്നെ റിസൾട്ട് ആദ്യം വരണമെന്നില്ലല്ലോ. പാലക്കാട് റിസൾട്ടാണ് ആദ്യം വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ MLA ആകുമോ? സംസ്ഥാനത്തെ ആദ്യത്തെ BJP വനിതാ MLA, ആദ്യത്തെ MLA രാജഗോപാൽ കഴിഞ്ഞു. അതേസമയം ഇപ്രാവശ്യത്തെ ആദ്യത്തെ MLAയും ആദ്യത്തെ വനിതാ MLAയുമായി ശോഭാ സുരേന്ദ്രൻ കയറി വരുമോ? കാരണം പാലക്കാട് മത്സരിക്കുന്ന NMR റസാക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ ഒരു ഹോട്ടൽ വ്യവസായിയാണ്. CPM-കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് PK ശശിയൊക്കെ പുറത്ത് പോയതുകൊണ്ട് ഒരു സാധ്യതയുമില്ല. കൃഷ്ണദാസോ AK ബാലനോ പറഞ്ഞാലൊന്നും പാലക്കാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ വോട്ട് ചെയ്യാത്ത സ്ഥിതിയിലേക്കാണ്. അതുപോലെ തന്നെ രമേഷ് പിഷാരടി കടുത്തുരുത്തിയിലും കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തുമാണ് കൂടുതൽ കാലവും ഉണ്ടായിരുന്നത്. പാലക്കാട് സ്വന്തം സ്ഥലമാണെങ്കിലും അവിടെ ദേശാടന കിളിയെപ്പോലെ വന്നിരിക്കുന്നു, നൂലിലിറക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും സമരവും ബഹളവും നടത്തുന്നത്, പ്രതിഷേധവും പോസ്റ്ററുമായി നടക്കുന്നത്. ഇതിനിടയിലാണ് സന്ദീപ് വാര്യർ എവിടെയാണ് നിൽക്കുക എന്നുള്ളത്. ഇതുവരെ വന്ന 55 പേരുടെ ലിസ്റ്റിൽ സന്ദീപ് വാര്യരുടെ പേരില്ല. എന്നാൽ തവന്നൂരിൽ സീറ്റിൽ ആളിനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇനി തവന്നൂരിൽ സന്ദീപ് വാര്യർ വരുമോ? ഇനി അവിടെയും വന്നില്ല എങ്കിൽ എവിടെയാണ് സന്ദീപിന് വരാൻ സീറ്റുള്ളത്? അങ്ങനെ സന്ദീപ് വാര്യർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിൽ നിന്ന് എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതുവരെ സന്ദീപ് വാര്യർ പറഞ്ഞത് വിഴുങ്ങേണ്ടി വരുമോ? തന്നെ പരിഗണിക്കുന്നില്ല, താൻ നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ച ഒരു പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായിട്ടുള്ളവരെ അല്ലെങ്കിൽ തന്നേക്കാൾ അനുഭവ സമ്പത്തില്ലാത്തവരെ കയറ്റിയെടുക്കുന്നു, തനിക്ക് അവസരം തരുന്നില്ല എന്ന് പറഞ്ഞ് അവസരം നിഷേധിച്ചതിൻ്റെ പുറത്തു പോയ സന്ദീപ് വാര്യർ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരുപക്ഷെ BJP-യിൽ മത്സരിച്ച് നിന്നിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ തെക്ക് വരുമായിരുന്നു, ആലപ്പുഴ വരുമായിരുന്നു. സന്ദീപ് വാര്യർക്ക് പാലക്കാട് മത്സരിക്കാൻ കഴിയുമായിരുന്നു. കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കുമായിരുന്നു. അല്ലെങ്കിൽ കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കുമായിരുന്നു, മലമ്പുഴയിൽ സന്ദീപ് വാര്യർക്ക് മത്സരിക്കാമായിരുന്നു. S. സുരേഷാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ തീർച്ചയായിട്ടും സന്ദീപ് വാര്യർക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ കൂടി സീറ്റ് കൊടുത്തില്ല എങ്കിൽ, കാരണം കോൺഗ്രസിൻ്റെ സീറ്റ് ഓരോ സീറ്റും വിലപ്പെട്ടതായി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ മറ്റൊന്നുമല്ല, കോൺഗ്രസ് UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഇപ്പോഴും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയാകാനും MLA ആകാനും ഇടിയോടിടിയാണ്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, ഗ്രൂപ്പ് മാനേജർമാരുടെ പേരിൽ, എല്ലാത്തിൻ്റെയും പേരിൽ ഇടിയോടിടിയാണ്. അവിടെ ഇന്ദിരാഭവൻ, ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ രാത്രിയോളം, എത്രയോ ദിവസങ്ങളായി രാത്രിയെ പകലാക്കി ചർച്ചകൾ നടക്കുകയാണ്. എന്നിട്ടും സമ്പൂർണ്ണമായ ലിസ്റ്റ് ഇറക്കാൻ ഇതുവരെ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇന്നൊരു പക്ഷെ വരുമായിരിക്കും. അതിനിടയിലാണ് സുധാകരൻ്റെ, കണ്ണൂരിലെ സുധാകരൻ്റെ, സിംഹമായ സുധാകരൻ്റെ വേണ്ടിയിട്ടുള്ള കണ്ണൂർക്കാരുടെ നിലവിളിയും പ്രകടനങ്ങളും. സുധാകരൻ ഇന്ന് പത്രസമ്മേളനം നടത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ച് BJP-യുടെ എങ്ങാനും പിന്തുണ വാങ്ങുമോ? അതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് ഇനി BJP-യിൽ പോകുമോ? ഒരുപാട് അന്തർനാടകങ്ങൾക്കും ഒരുപാട് സംഭവ വികാസങ്ങൾക്കും കേരള രാഷ്ട്രീയം കാതോർക്കുകയാണ്. ആ ബഹളത്തിനിടയിൽ സന്ദീപ് വാര്യരുടെ കാര്യം പറയാൻ ആരുമില്ലേ എന്നൊരു ചോദ്യമുണ്ട്.
പാണക്കാട് തങ്ങളും സന്ദീപ് വാര്യരെ കൈവിട്ടോ, അതോ സതീശൻ ഒക്കെ ചെന്നപ്പോൾ സതീശനൊക്കെ സന്ദീപ് വാര്യരെ കൊണ്ടുപോയത് വലിയ ആനയും അമ്പാരിയൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയതെങ്കിലും ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യരുടെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ വന്നില്ല. ഇനി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അടുത്ത ലിസ്റ്റിൽ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, തവന്നൂർ മണ്ഡലത്തിൽ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. തവന്നൂർ മണ്ഡലം കുറച്ച് ഹിന്ദുക്കളുമൊക്കെ ഉള്ളൊരു മണ്ഡലമാണ്. അവിടെ സന്ദീപ് വാര്യർ ഒരുപക്ഷെ നിന്നാൽ ജയിക്കുമോ എന്നറിയില്ല. എന്തായാലും സന്ദീപ് വാര്യർ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയായി ലീഗിൻ്റെയും കൂടെയൊക്കെ സപ്പോർട്ടോടുകൂടി തവന്നൂരിൽ വരുമോ, അതോ പാലക്കാടിന് വരാൻ പറ്റിയില്ല. ഒറ്റപ്പാലത്തും തൃത്താലയിലും എല്ലായിടത്തും തൃശ്ശൂരിലും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എവിടെയാണിനി സന്ദീപ് വാര്യർ മത്സരിക്കുക എന്നറിയാൻ കൗതുകമുണ്ട് എല്ലാവർക്കും. പക്ഷേ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇനി എന്തു പറയും? ചാനലുകളിൽ വന്നിരുന്ന് ഒരിടത്ത് സീറ്റ് കിട്ടാതെ ഇറങ്ങിപ്പോയി, പോയിടത്ത് നിന്നതുമില്ല, പിടിച്ചതുമില്ല, കടിച്ചതുമില്ല, കച്ചത്തിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടിയുമില്ല എന്നുള്ള പഴയ മുത്തശ്ശിക്കഥ പോലെ ആകുമോ സന്ദീപ് വാര്യരുടെ കാര്യമെന്ന് രാഷ്ട്രീയത്തിനകത്തുള്ള ഭിക്ഷാന്തേകിയെ പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ കോമാളിത്തരം നടന്ന ആളുകളുണ്ടിങ്ങനെ പലരും ഒരിടത്തു നിന്നിറങ്ങി അപ്പുറത്ത് പോയി, അപ്പുറത്ത് നിന്നിറങ്ങി ഇപ്പുറത്ത് വന്ന് അവസാനം ഒരു രാഷ്ട്രീയ കോമാളിത്തരം പിടിച്ച ഒരുപാട് പേരുണ്ടാവാറുണ്ട് രാഷ്ട്രീയത്തിൽ. അതുപോലൊരു കഥാപാത്രമായി, ഒരു കോമഡി കഥാപാത്രമായി സന്ദീപ് വാര്യർ മാറുമോ, അതോ വളരെ കൃത്യമായൊരു സീറ്റ് കിട്ടി മത്സരിക്കുമോ? അല്ലെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന്. മത്സരരംഗത്തേക്കില്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ അർത്ഥം മത്സരരംഗത്തേക്ക് ഉണ്ടെന്നാണ്. പല സീറ്റുകളിലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടു. പക്ഷേ ആദ്യത്തെ ലിസ്റ്റിൽ എന്തായാലും സന്ദീപ് വാര്യർ വന്നിട്ടില്ല. അപ്പോൾ ഇത് നഷ്ടക്കച്ചവടമാകുമോ? അപ്പുറത്ത് പോയിരുന്നു ഇപ്പുറത്തുള്ളവരെയൊക്കെ ആവശ്യം പോലെ ഇപ്പുറത്തുള്ളവരെ കുറിച്ച് തെറിയും അഭിക്ഷേപവും ആക്ഷേപവും ഒക്കെ പറയുമ്പോൾ അതിനൊരു ഗുണം കോൺഗ്രസിൽ നിന്ന് കിട്ടുമോ? KPCCയുടെ ഒരു ഭാരവാഹിയൊക്കെ ആക്കിയെങ്കിലും അതിനപ്പുറം MLA ആയി പരിഗണിക്കുമോ എന്നുള്ളത് ഇന്നും നാളെയുമായിട്ട് നമുക്ക് അറിയാം. ഇന്നും നാളെയുമുള്ള ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ഇനി 37 പേരുടെ ലിസ്റ്റാണ് വരാനുള്ളത്. അതിൽ സന്ദീപ് വാര്യർ ഇല്ലെങ്കിൽ ഈ കച്ചവടം നഷ്ടമായി പോയി മാഷേ.